ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 തിൻ ലെൻസസിനെ നമ്മൾ കോമ്പിനേഷൻ എടുക്കുമ്പം അതിലുണ്ടാകുന്ന ഇക്വിവലൻ്റ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത്തും അതേപോലെ തന്നെ ഇക്വിവലൻ്റ് ആയിട്ടുള്ള പവറും നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 തിന്നായിട്ടുള്ള ലെൻസുകളെ കൺസിഡർ ചെയ്യുക. ആ 2 ലെൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം കോണ്ടാക്റ്റിലാണ് ഉള്ളത്. ദെൻ ഈ 2 ലെൻസിൻ്റെയും സെൻറ്ററിലുള്ള പോയിൻ്റാണ് പി. ഇത് പി ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത്, പി ഡാഷ് എന്ന് പറയുന്നത്. ഇതെന്താണ്, പി ആണ്, ഇതെന്താണ്, പി ഡാഷ് ആണ്. ഇനി ഇതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ, ഈ പിനെയും പി ഡാഷിനെയും നമ്മൾ പറയുന്ന പേരാണ് ഇതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ. ഈ ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു. ദെൻ ഇവിടെയാണ് എൻ്റെ ഒബ്ജക്റ്റ് ഉള്ളത്. ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റേ ഇതിലേക്ക് പോകുന്നു. ദെൻ ഇവിടെ അതിനെന്ത് നടക്കും, റിഫ്രാക്ഷൻ ഉണ്ടാകുന്നു. ദെൻ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2, ഇത് N1. എഗെയിൻ ഇവിടെ എങ്ങോട്ട് പോകുന്നു, അടുത്ത ഒരു N1 എന്ന് പറയുന്ന പൊസിഷൻ N2. സോ ഇവിടെ ഈ ഒരു N2 തന്നെയാണ് എങ്കിൽ ഇതെന്ത് ചെയ്യും, നേരെ ഇങ്ങനെ പോയി ഇവിടെ നമുക്കൊരു ഐ ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിലൊരു ഇമേജ് ഉണ്ടാകുന്നു. ഐ ഡാഷ് എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ടാകുന്നു. ബട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മീഡിയം മാറുന്നുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നു. സോ അത് എഗെയിൻ അതിനെന്ത് നടക്കും, ഒരു റിഫ്രാക്ഷൻ നടന്നിട്ട് അത് ഐ എന്ന് പറയുന്ന ഒരു ഇമേജിനെ ഫോം ചെയ്യുന്നു. ദെൻ ഇതാണ് പി, ദിസ് വൺ ഈസ് പി ഡാഷ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിലേക്ക് വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഈ ഫസ്റ്റ് ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിലേക്ക്, അതായത് ഇവിടേക്കുള്ള ഡിസ്റ്റൻസാണ് യു. ആൻഡ് ഇവിടെ നിന്ന് വിത്തൗട്ട് ഇവിടെ സെയിം മീഡിയമാണ് ഉള്ളത് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എവിടെയാണ്, ഇവിടെയാണ്. സോ അവിടേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വി ഡാഷ് എന്ന് എഴുതാനായിട്ട് പറ്റും. ദെൻ ഈ സെക്കൻഡ് വണ്ണിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇവിടെ ഒറിജിനൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെ വി എന്നും എഴുതാൻ പറ്റും. ഇത്രയും ഭാഗങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. 2 തിൻ ലെൻസ്, അതിൻ്റെ കോമ്പിനേഷൻ, ഫോക്കൽ ലെങ്ത്ത്, ഇക്വലൻ്റ് ഫോക്കൽ ലെങ്ത്തും പവർ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, 2 ലെൻസുകൾ, ഇതാണ് 2 ലെൻസ് പരസ്പരം കോണ്ടാക്റ്റിലാണ് നിൽക്കുന്നത്. 2 പോയിൻറ്റ്സ്. ദെൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് F1, ഇതിൻ്റെത് F2 ആണ്. ദെൻ ഒബ്ജക്റ്റ് ഇവിടെയാണ്, ഇങ്ങനെ പോയി റിഫ്രാക്ഷൻ ഉണ്ടായി. ദെൻ ഇങ്ങനെ റിഫ്രാക്ഷൻ ഉണ്ടാകുന്നു. ദെൻ ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് ഐ ഡാഷ്, മീഡിയം സെയിം ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ഫസ്റ്റ് ലെൻസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു റേ, ദെൻ ഇമേജ് ഐ ഡാഷിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ബട്ട് ഇവിടെ ഒരു സെക്കൻഡ് ലെൻസ് ഉണ്ട്. സോ അവിടെ എന്തുണ്ടാവുന്നു, റിഫ്രാക്ഷൻ, മീഡിയം മാറുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിച്ച് ഐ എന്ന് പറയുന്ന ഇമേജ് ഉണ്ടാകുന്നു. ഇത് പി, ഇത് പി ഡാഷ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് യു ആൻഡ് ദിസ് വൺ ഈസ് വി ഡാഷ് ആൻഡ് this one is V.